അടുത്ത പേരാണ് നാടകവീട് അന്തിക്കാട് വൈരാജി വിശേഷിയ നാടക പ്രവർത്തകൻ പ്രിയ നാടക സിനിമ ഷൈജു അന്തിക്കാട് സംവിധാനം. അന്തിക്കാട് നിന്ന് തന്നെ 10 പേര് കേരളത്തിലെ അമേച്ചർ നാടക പ്രഗത്ഭരായ ജയിച്ചേരി അതോ സുജീവട്ടപ്പിന്നി, ഗോപി നെല്ലിശ്ശേരി, സിജി പ്രദീപൻ, സോന, മഹേഷ് കോട്ടി എന്നീ അമേച്ചർ നാടക രംഗത്തെ അഭിനേതാക്കളോ 2.5 മാസം ക്യാമ്പ് ചെയ്ത് തയ്യാറാക്കിയെടുത്ത നാടകമാണ് വൈരാജാവ്. കേരള സംഗീത നാടക അക്കാദമിയുടെ അമേച്ചർ നാടക മത്സരത്തിൽ കൂടി തന്നെ ഈ നാടകത്തിന്റെ സംഘം ഞങ്ങളോടൊപ്പം തോളോട് ചേർന്ന് നിന്ന എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് നാടക ദിനങ്ങളിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. കൂട്ടിച്ചേർത്ത് പറയുന്നില്ല, ഞങ്ങളുടെ സത്യേട്ടനാണ്. അതിനേക്കാളും അപ്പുറത്തേക്ക് ഒരു വാക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു, പുരോഗമനം സ്വാഗതം ചെയ്യുന്നു. എടുത്തു പറയാൻ അന്തിക്കാടിന്റെ മകൻ കലയോടൊപ്പം സംസാരിക്കുന്ന ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. വീണ്ടും അന്തിക്കാടൊരു നാടകോത്സവത്തിന് നാടകത്തിന്റെ അരങ്ങിന് എത്തിച്ചെറിയുന്ന ഒരു നിമിഷമാണ്. ഇന്നും അന്തിക്കാട് രാഷ്ട്രീയത്തിനും കൃഷിക്കും മാത്രമല്ല കലകൾക്കും വളരെ പ്രാധാന്യമുള്ള നാടകം നേരത്തെ തെളിയിച്ചതാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് നാടകക്കാർ കൂടി ഉണ്ടായിരുന്നു. അപ്പം ഉത്സവകാലമായ മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലത്തേക്ക് കടന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വീക്കെൻഡുകളും നാടകങ്ങളും ഗാനമേളകളും കഥാപ്രസംഗങ്ങളും പതുക്കെ അത് മോശം വന്നുപോയി. കാരണം അത് കാലത്തിന്റെ മാറ്റമാണ്, അടിമകളായി മാറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഈ നാടകത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം അവർക്ക് എന്താണ് നാടകമായാലും നേരിട്ടൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചാൽ നാടകത്തിനുള്ള സ്നേഹം അല്ലാതെ തന്നെ ആളുകൾക്കൊക്കെ കൂടി വരുന്നു. എപ്പോഴും നിങ്ങളെ കണ്ടോ, ഞാൻ പിന്നെ കണ്ടതാണ്. അതേസമയം ഷൈജലിക്കാണ് നാടകം വന്നിരിക്കുന്നത്. അതപ്പോൾ കൃഷ്ണന്മാരും ഡോക്ടർ ജയശ്രീ കൃഷ്ണൻകുട്ടിയും ഇന്നുകൊണ്ട് നാടകമുണ്ട്, അവരും ഇവരെത്തി. അപ്പൊ അതിൻ്റെ അർത്ഥം നാടകം കാണാൻ ആളുകൾ തയ്യാറായി, നമ്മളത് കൊടുക്കാൻ തയ്യാറായി. അതിന് ഷൈജലിനെ പോലെ എന്നാൽ കരുത്തുള്ള ഒരു നേതൃത്വമുള്ള യുവനിര ഉണ്ടാവണം. അത് അന്തിക്കാട് രൂപപ്പെട്ട് എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശിച്ചത്. അത് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് മനസ്സുകൊണ്ട് മാത്രമല്ല, സാമ്പത്തികമായിട്ട് അവരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് നിൽക്കാൻ സാധിച്ചാൽ മാത്രമേ അവർക്ക് എനിക്ക് കരുത്തുണ്ടാവുള്ളൂ. അത് ഷൈജുവിന് എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ കാലം അതിന് മറുപടി പറയുന്നതാണ്. കൂടുതൽ കാലം അത് വളർത്താൻ വേണ്ടി ഷൈജുവിനെ വീണ്ടും വീണ്ടും നമ്മുടെ നാടകത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഷൈജുവിന് പിന്നീട് അതിനെടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ബഷീറിന്റെ ചില കഥാപാത്രങ്ങളാണ് ഇന്നോട് നാടകത്തിൽ. നമുക്കറിയാം, കാലഹരണപ്പെടാത്ത എഴുത്തുകാരാണ്, കാലഹരണപ്പെട്ടത്. ഞാൻ ഈ വായിച്ച ആവേശത്തോടുകൂടി വായിച്ച പുസ്തകങ്ങൾ, വലിയ വലിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വീണ്ടും വായിക്കുമ്പോൾ, അടുത്ത കാലത്ത് വായിക്കുമ്പോൾ ഇത് ഇത്രയുള്ളൂ എന്ന് തോന്നാം. പക്ഷേ ബഷീർ പ്രസ്ഥാനങ്ങളുടെയും അതിൻ്റെ മുന്നോട്ട് പോക്കിനെയൊക്കെ ഏറ്റവും കൂടുതലൊക്കെ അതിൻ്റെ എണ്ണം കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു തടസ്സം വരും. ഇവിടെ സത്യനടക്കം പറഞ്ഞു നമ്മുടെ വളരെ സന്തോഷം നിറഞ്ഞ കാഴ്ചയാണ്. മുഴുവൻ കസേരകളിലും ആളുകളിരിക്കുന്നു. ആലിപ്പഴം പെറുക്കാൻ വേലിക്കുര നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ വേലിക്കുര നിവർത്തി, പൂക്കുരുവി പൂവാക്കുരുവി പൊന്നോനാലിക്കുരുവി ഈ വഴിവാ, ആലിപ്പഴം പെറുക്കാൻ വേലിക്കുര നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ വേലിക്കുര നിവർത്തി, പൂക്കുരുവി പൂവാക്കുരുവി പൊന്നോ
ദൈവിക പ്രസാദത്തിന്റെ പ്രതീകമായിരുന്നു. പ്രേമം മൊഹബത്ത് എന്നൊക്കെ പറയുന്നത് ലൈറ്റ്സ് ഡിസൈൻ പുരോഗമന കലാസം യേശുവിന്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ ഒരുവൻ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ മറ്റ് ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കൂട്ടാക്കിയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം ശിഷ്യന്മാർ എല്ലാവരും വീട്ടിലായിരുന്നപ്പോൾ
ജയിക്കുന്നവർ ഭാഗ്യവാന്മാർ. യെസ്, പറയൂ തോമ. സംശയം ഞാനിത് ചോദിച്ചല്ല കട്ടുള്ളത്, അതുകൊണ്ട് ചോദിക്കൂ തോമ. കർത്താവേ, കർത്താവ് മരിച്ചത് മരക്കുരിശിലല്ലേ? യെസ്. പിന്നെന്തിനാണ് ഈ പള്ളിയായ പള്ളികളിലൊക്കെ കുരിശ്? കർത്താവ് ചോദിച്ചതല്ലോ ഉത്തരം പറയണേ. അതാരാ? അപ്പൊ ത്തോണ്ടാ അതെങ്ങനെ ശരിയാവും? കർത്താവല്ലാതെ പിന്നെ ആര് നോക്കാനാണ് ഈ കുറിച്ച്? ചെറുതാക്കി നോക്കി വെറും തോമയുമായിരുന്നു. അപ്പൊ നമ്മുടെ പള്ളിപ്പെരുന്നാൾ തുടങ്ങല്ലേനോ? ഒന്ന് വെച്ചാൽ രണ്ട് വെച്ചാൽ നാല് രൂപായിട്ട് വെക്കാം. പുള്ളിക്ക് വെച്ചാൽ ഒരു കായ് വെച്ചാൽ രണ്ട് കായ് വെക്കും. മായമില്ല, മന്ത്രമില്ല, ആർക്കും വെച്ചാൽ എപ്പോഴും വെച്ചാൽ ഒന്ന് വെച്ചാൽ രണ്ട് വെച്ചാൽ അടക്കില്ല. ആ കായ് വെച്ചോളി, ആ ചിത്ര പോവാണ് നോക്കി വെച്ചോളി, നോക്കി വെച്ചോളി. ആ വെച്ചോളി 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 വെച്ച് 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 ആ വെച്ചിരിക്കട്ടെ വെച്ചിരിക്കാം 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 വെച്ചിരിക്കാം. അത് കായനെങ്കിൽ വീട്ടിൽ വെച്ചോളി, കായനെ വീട്ടിൽ വെച്ചോളി, കായനെ വീട്ടിൽ വെച്ചോളി 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 വെച്ചോളി. ആ വെച്ചോളി വെച്ചോളി വെച്ചോളി. ഒന്ന് വെച്ച രണ്ട് വെച്ച് രണ്ട് വെച്ച നാല് വെച്ച് നാല് വെച്ച വെച്ചടിച്ച് മായമില്ല, മാത്രമില്ല, ആരും വെക്കാൻ എപ്പോഴും വെച്ചവൻ ഷീറ്റ് പൊക്കാൻ പോകുകയാണ് ഹോസ്പിറ്റലോളി. പിന്നീട് പഠിക്കുന്നത് സത്യമായ രാമസ്വാമിയെ Vikrame!